കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി പടിഞ്ഞാറൻ ഇന്ത്യൻ മഹാസമുദ്രത്തിലെ സൈനിക താവളമായി അഗലേഗ എന്ന മൗറീഷ്യസിലെ ദ്വീപിനെ ഒരുക്കാനുള്ള ശ്രമങ്ങൾ ഇന്ത്യ നടത്തുകയായിരുന്നു. ഇപ്പോഴത്തെ ആ ശ്രമങ്ങൾ ഒരു പടി കൂടി ഉയർത്തി 2 ദ്വീപുകളുടെ കൂട്ടമായ അഗലേഗയിൽ ഇന്ത്യ നിർമ്മിച്ച ഒരു എയർ സ്ട്രിപ്പും ജെട്ടിയും മറ്റു ചില സാമൂഹിക വികസന സംരംഭങ്ങളും ഉദ്ഘാടനം ചെയ്യപ്പെട്ടിരിക്കുകയാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും മൗറീഷ്യസ് പ്രധാനമന്ത്രി പ്രവിന്ദ് ജുഗ്നാഥും സംയുക്തമായാണ് എയർ സ്ട്രിപ്പ് ഉദ്ഘാടനം ചെയ്തത്. എയർ സ്ട്രിപ്പും അഗലേഗ ദ്വീപിലെ സെന്റ് ജെയിംസ് ജെട്ടിയും കൂടാതെ ഇന്ത്യയുടെ സാമ്പത്തിക സഹായത്തോടെ നടപ്പിലാക്കിയ മറ്റ് 6 പദ്ധതികളും ഇരു നേതാക്കളും ഫലത്തിൽ ഉദ്ഘാടനം ചെയ്തു. മൗറീഷ്യസ് ഇന്ത്യയുടെ അയൽപക്കത്തെ ആദ്യ നയത്തിന്റെ പ്രധാന പങ്കാളിയാണെന്നും വിഷൻ സാഗറിന് കീഴിലുള്ള പ്രത്യേക പങ്കാളിയാണെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്റെ പ്രസംഗത്തിൽ പറയുകയും ചെയ്തു. എന്തുകൊണ്ടാണ് മൗറീഷ്യസിലെ ഈ ദ്വീപിൽ സൈനിക താവളം ഒരുക്കാൻ ഇന്ത്യ തീരുമാനിച്ചത്? അഗലേഗ എയർ സ്ട്രിപ്പിന് ഇന്ത്യക്ക് എന്ത് തന്ത്രപ്രധാനമായ പ്രാധാന്യമാണ് ഉള്ളത്? നോക്കാം. മൗറീഷ്യസ് ദ്വീപിൽ നിന്ന് ഏകദേശം 1050 കിലോമീറ്റർ വടക്ക് ഇന്ത്യൻ മഹാസമുദ്രത്തിൽ സ്ഥിതി ചെയ്യുന്ന 2 പുറം ദ്വീപുകൾ ഉൾക്കൊള്ളുന്ന മൗറീഷ്യസിന്റെ ഡിപെൻഡന്റ് ഐലൻഡാണ് അഗലേഗ. മൗറീഷ്യസിന്റെ ഭരണഘടനാ പ്രകാരം റിപ്പബ്ലിക് ഓഫ് മൗറീഷ്യസിന്റെ ഒരു ഘടക ദ്വീപ് കൂടിയാണ് അഗലേഗ. നവീകരിച്ച എയർ സ്ട്രിപ്പും ജെട്ടിയും ഇന്ത്യൻ മഹാസമുദ്രത്തിലും ആഫ്രിക്കയുടെ കിഴക്കൻ തീരത്തെയും ഇന്ത്യയുടെ വ്യാപനം വിപുലീകരിക്കാനും മാലിദ്വീപ് ഉൾപ്പെടെയുള്ള മേഖലയിൽ വർദ്ധിച്ചുവരുന്ന ചൈനീസ് സ്വാധീനത്തെ പ്രതിരോധിക്കാനും സഹായിക്കുന്ന തന്ത്രപ്രധാനമായ പദ്ധതികളാണ്. നോർത്ത് അഗലേഗ ദ്വീപിലെ നിലവിലുള്ള എയർ സ്ട്രിപ്പ് ഇന്ത്യൻ നാവികസേനയുടെ ഡോണിയ വിമാന പദ്ധതികൾക്ക് അനുയോജ്യമാണ്. എന്നാൽ നവീകരിച്ച ഈ എയർ സ്ട്രിപ്പ് നാവികസേനയെ വലിയ P-81 മാരിടൈം നിരീക്ഷണ വിമാനം പ്രവർത്തിപ്പിക്കാൻ സഹായിക്കുന്ന ഒന്നാണ്. ദ്വീപിൽ വിമാനങ്ങൾ സ്ഥാപിക്കുന്നതിന് കൂടുതൽ അടിസ്ഥാന സൗകര്യങ്ങളുടെ നിർമ്മാണം ആവശ്യമായി വരും. അതുകൊണ്ട് തന്നെ ഒരു സമ്പൂർണ്ണ സൈനിക താവളമാക്കുകയാണ് ഇന്ത്യ ചെയ്യുന്നത്. അഗലേഗയിൽ നിന്ന് പ്രവർത്തിക്കുന്ന ഇന്ത്യൻ നാവികസേനയുടെ ദീർഘദൂര വിമാനങ്ങൾക്ക് പടിഞ്ഞാറൻ തെക്ക് ഇന്ത്യൻ മഹാസമുദ്രത്തിലും ആഫ്രിക്കയുടെ കിഴക്ക് തെക്കൻ തീരങ്ങളിലും നിരീക്ഷണം നടത്താൻ സാധിക്കും. ചെങ്കടൽ മേഖലയിലെ സംഘർഷത്തെ തുടർന്ന് കിഴക്ക് പടിഞ്ഞാറ് യാത്രകളിൽ പല വാണിജ്യ കപ്പലുകളെയും ഗുഡ് ഹോപ്പിന്റെ മുനമ്പിലേക്ക് വഴിതിരിച്ചു വിട്ടിരുന്നു. ഇത് ഈ മേഖലയിലെ ഷിപ്പിംഗ് ഗതാഗതത്തിന് കാരണമായിട്ടുണ്ട്. ഇന്ത്യ മാത്രമല്ല, US, ചൈന എന്നീ രാജ്യങ്ങളും ഇന്ത്യൻ മഹാസമുദ്രത്തിൽ സൈനിക താവളങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. മധ്യ ഇന്ത്യൻ മഹാസമുദ്രത്തിൽ ഭൂമധ്യരേഖയ്ക്ക് തൊട്ട് തെക്ക് സ്ഥിതി ചെയ്യുന്ന 58 ദ്വീപുകളുള്ള ചഗോസ് ദ്വീപ സമൂഹത്തിൽ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് നേവിക്ക് ഒരു പ്രധാന താവളമുണ്ട്. 2017 കിഴക്കൻ ആഫ്രിക്കൻ രാജ്യമായ ജിബൂട്ടിയിൽ ചൈന ആദ്യത്തെ വിദേശ നാവിക താവളം തുറക്കുകയും ചെയ്തിരുന്നു. നിലവിൽ മൗറീഷ്യസുമായി ഇന്ത്യക്ക് നല്ല സൈനിക ബന്ധമാണുള്ളത്. ഇന്ത്യയും മൗറീഷ്യസും സമുദ്ര സുരക്ഷയിലും മറ്റു കാര്യങ്ങളിലും അടുത്ത് സഹകരിച്ചിട്ടുള്ള രാജ്യങ്ങളാണ്. ഇന്ത്യൻ പ്രതിരോധ ഉദ്യോഗസ്ഥരെ മൗറീഷ്യൻ പ്രതിരോധ സേനയിലേക്ക് നിയോഗിക്കാറുണ്ട്. ഇന്ത്യൻ ഡിഫൻസ് ഫോഴ്സിലെ 20ഓളം ഉദ്യോഗസ്ഥർ രാജ്യത്തേക്ക് ഡെപ്യൂട്ടേഷനിൽ പോയിട്ടുമുണ്ട്. മൗറീഷ്യസിൽ സർവീസ് നടത്തുന്ന 7 ഹെലികോപ്റ്ററുകളിൽ 6 എണ്ണം, 5 കപ്പലുകൾ, 3 വിമാനങ്ങൾ, 10 ഫാസ്റ്റ് ഇന്റർസ്പേസ് ബോട്ടുകൾ എന്നിവയ്ക്ക് പുറമെ ഇന്ത്യ ഒരു തീര നിരീക്ഷണ റഡാർ സംവിധാനവും മൗറീഷ്യസിൽ സ്ഥാപിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പോഴുള്ള ഈ പുതിയ എയർ സ്ട്രിപ്പ് വികസനവും രാജ്യങ്ങളുടെ അടുപ്പത്തെ ദൃഢമാക്കുകയാണ് ചെയ്യുന്നത്.